അപ്പം ആ ഒരു കുടുംബത്തിൽ ജനിച്ച് വളരാൻ സമ്മതിക്കാതെ ഇവരെന്തെങ്കിലും കാരണം കൊണ്ട് ഈ കുട്ടി അബോർഷൻ ചെയ്ത് കളഞ്ഞാൽ അതൊരു ശാപമാണ്. സർപ്പപ്രീതി വരുത്തി കഴിഞ്ഞാൽ മഹാഭാഗ്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഈ ദോഷമുള്ളവരായാലും ആരായാലും സർപ്പപ്രീതി നടത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളീയർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താ മാമിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. സർപ്പപ്രീതിരവശ്യമേവ കരണേ ആരോഗ്യപുത്രാബ്ദേ എന്ന് പറയുന്നത്. ആരോഗ്യത്തിനും പുത്രാബ്ദിക്കും വേണ്ടിയിട്ട് നിശ്ചയമായിട്ടും ഒരു സർപ്പദോഷവും ഇല്ലാത്തവർ പോലും സർപ്പപ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. സർപ്പങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പുണ്ടോ എന്നേ ചോദിക്കാറുള്ളൂ. അല്ലാതെ മനുഷ്യർ ഇങ്ങോട്ട് വന്ന് കടിക്കുന്ന പാമ്പ് വളരെ അത് യോഗമുള്ളവരെ മാത്രമേ അങ്ങനെ വന്ന് കടിക്കുള്ളൂ. പാമ്പ് കടിച്ച് മരിക്കാൻ യോഗമുള്ളവരെ ഇങ്ങോട്ട് വന്ന് കടിക്കും. ഇല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ ചെന്ന് ചവിട്ടുമ്പോഴാണ് പലർക്കും കടിയേക്കുന്നത്. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കേണ്ടത് ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലെന്നാണ് ഇതുവരെ പറഞ്ഞു കേൾവി. അങ്ങനെയാണ്. അപ്പം സർപ്പപ്രീതി വരുത്താനായിട്ട് പറ്റുന്ന പരിഹാരങ്ങൾ അല്ലെ പൂജകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നൂറും പാലും അല്ലെ ആയില്യത്തിന് പൂജ ചെയ്യുക, അല്ലെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും അതിന് ഓരോന്നിനും ഓരോ രീതി ഉണ്ടെന്നേ ഉള്ളൂ. 12 ദോഷങ്ങൾക്കും 12 റെമഡീസാണ്. അപ്പോൾ നമ്മളത് എപ്പോഴും ഗ്രഹനില നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അല്ല ജനറലായിട്ട് പോയിട്ട് നമുക്ക് അറിയാവുന്ന പൂജകളൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. അല്ല, ജനറലായിട്ട് ചെയ്താൽ ജനറലായിട്ടുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ച് ഗ്രഹങ്ങൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നോക്കുമ്പം രാഹു മീനത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മേടത്തിൽ നിൽക്കുന്നു, പക്ഷെ അത് ഏത് സ്റ്റാറിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഏത് സ്റ്റാറിലാണ്. ഉദാഹരണത്തിന് നമ്മൾ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചതയം നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ തിരുവാതിര, ചോതി, ചതയം എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ്. സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ ദോഷഫലം അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ അതനുസരിച്ച് ലഘുവായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്താൽ മതി. അത് മാത്രമല്ല, അതിന് വേണ്ട പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരുപാട് ഭാഗ്യങ്ങളും കൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ ദോഷമുള്ള നക്ഷത്രത്തിലാണ്, ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിന്നാൽ ദോഷം ചെയ്യുന്നവരാണ്. രാഹു നിന്ന് കഴിഞ്ഞാൽ ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം രാഹു നിൽക്കുന്ന നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആ നക്ഷത്രം നോക്കി അതിനനുസരിച്ച് പരിഹാരം ചെയ്താൽ ആ ഗ്രഹങ്ങൾക്കും കൂടെ പരിഹാരം ചെയ്യേണ്ടി വരും. അപ്പോൾ ഉദാഹരണത്തിന് ശൈവം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, വൈഷ്ണവം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് നോക്കി പരിഹാരം ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും. അപ്പം നമ്മളിപ്പം ഹിന്ദു മതസ്ഥർക്കാണല്ലോ കൂടുതലായിട്ടും ഈ സർപ്പപൂജയും സർപ്പപ്രീതിയൊക്കെ വരുന്നത്. അപ്പം മറ്റ് മതസ്ഥർക്കാണെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ പ്രാർത്ഥന വഴിയൊക്കെ തന്നെ അവർക്കത് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരുപാട് പേരും അന്യമതസ്ഥർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ളവർ കൂടുതൽ പേരും ഹിന്ദുക്കളാണ്. 99% പേരും. വേറൊന്നുമല്ല, എല്ലാവരും പിന്നീട് അവരുടെ അഭിപ്രായങ്ങൾ, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്, അഭിപ്രായം മാറ്റിയിട്ട് പല മതത്തിലേക്കും പോയിട്ടുള്ളവരാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേട്ടം, എല്ലാ പരിഹാരങ്ങളും ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ജാതി മതമൊന്നും നോക്കാതെ തന്നെ മിക്ക അമ്പലങ്ങളിലും കയറാൻ പറ്റുന്ന സ്ഥലം വരെ കയറി എല്ലാവരും പരിഹാരം ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ തീവ്ര മതവിശ്വാസികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പോവാത്തത്. ബാക്കി എല്ലാവരും അമ്പലമായിട്ടും പോകുന്നുള്ളൂ. ഞാൻ തന്നെ ക്രിസ്തു മത ക്ഷേത്രങ്ങളിൽ, ഉദാഹരണത്തിന് പള്ളികളിലേക്ക് ഞാൻ പരിഹാരം പറഞ്ഞു വിടാറുണ്ട്. പിന്നെ ചില പരിഹാരങ്ങളൊക്കെ പള്ളിയിൽ പോയി, വേളാങ്കണ്ണി പോയി ചെയ്യേണ്ട പരിഹാരം വേളാങ്കണ്ണി പോയി ചെയ്താലേ പറ്റൂ. ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് വേളാങ്കണ്ണി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേളാങ്കണ്ണിയിലും സർപ്പത്തിൻ്റെ ഇതുണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ഇതുണ്ട്, അവരുടെ അംശവടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തും പാമ്പാണ്. അതെ അതെ, നാഗത്തിനെയാണ് ഉള്ളത്. നാഗത്തിൻ്റെ വിഗ്രഹം പോലെ, പ്രതിമ പോലെയാണ് ചുറ്റിപ്പിടഞ്ഞ 2 നാഗങ്ങളാണ് അംശവടിയിലുള്ളതെന്ന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നാഗം പ്രധാനമാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ശക്തികളും നമുക്ക് എല്ലാവർക്കും പ്രധാനമാണ്. സ്കിൻ ഡിസീസ് വരുമ്പം അതിന് വേർതിരിവൊന്നുമില്ല. മുസ്ലിംസിനോ ക്രിസ്ത്യൻസിനോ ഹിന്ദുക്കൾക്കോ അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും വരും. സൂര്യനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പ്രകാശം തരുന്ന ഒരുപോലെ. നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടിപിടി കൂട്ടുന്നു എന്നല്ലാണ്ട് ഇതിനകത്ത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്താൽ സന്തോഷമായിട്ടിരിക്കും.
ശരിക്കും കുടുംബപരമായിട്ടുള്ള കുറേ ശാപങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റുകൾക്കൊക്കെ നമ്മളും അനുഭവിക്കേണ്ടി വരാറുണ്ട്. എത്രത്തോളമാണ് അത് അനുഭവയോഗ്യമായിട്ട് വരുന്നത്? അത് ശാപങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വേറൊരു വലിയൊരു സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാപങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. സ്ത്രീ ശാപമുണ്ട്, സർപ്പശാപമുണ്ട്, മാതൃശാപമുണ്ട്, പിന്നെ കുട്ടികൾ തന്നെ ശപിക്കുന്നതുണ്ട്. അച്ഛനമ്മമാർ നോക്കാതിരിക്കുമ്പോൾ മക്കൾ അച്ഛനമ്മമാരെ ശപിക്കുന്ന അതും ഒരു ശാപം. ഒന്നാണോ? ശാപവും പ്രാക്കൊക്കെ ഒന്നാണ്. അത് പക്ഷെ തീവ്രത, പ്രാക്കെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. അതായത് ഒരാളെ ഇഷ്ടപ്പെട്ടില്ല, ഒരാൾ എന്തെങ്കിലും സാധനം നമുക്ക് തന്നില്ല, അല്ലെങ്കിൽ ഒരാൾ നന്നായി പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് പ്രാക്കെന്ന് പറയും. അവരെങ്ങനെ ഇങ്ങനെ പ്രാവും ഇങ്ങനെ നശിച്ച് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ശപിക്കുന്നതുണ്ട്, ചുമ്മാ പ്രാകുന്നതുണ്ട്. അതൊന്നും അങ്ങനെ വലുതായിട്ട് ഏക്കത്തില്ല. ചിലപ്പോൾ അതൊക്കെ കണ്ണേറ് ദോഷമുള്ളവർ, നാവേറ് ദോഷമുള്ളവരൊക്കെ പ്രാഗി ഏക്കും. പക്ഷെ അത് തിരിച്ചടിക്കുകയും ചെയ്യും. നമുക്ക് മാത്രമല്ല, തിരിച്ചു കിട്ടും. പിന്നീട് അവരുടെ തലമുറയ്ക്ക് തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെയാണ്. ഒരാൾക്ക് മാത്രമല്ല. ചിലരൊക്കെ പറയും അവർ ഇത്രയും ബ്ലാക്ക് മാജിക് ചെയ്തു എന്നിട്ട് അവർക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഉണ്ട്, പിന്നെ അവരുടെ കുടുംബം തന്നെ നശിച്ചു പോകും. തൽക്കാലത്തേക്കുള്ളൊരു ഇതേ ഉള്ളൂ, പിന്നത്തേക്കൊന്നുമില്ല. ശാപം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇപ്പം ഉദാഹരണത്തിന് അച്ഛനമ്മമാരെയൊക്കെ നോക്കാതിരുന്നിട്ട് അവർ മനസ്സെരിഞ്ഞ് അവർ ശപിക്കത്തില്ല. അച്ഛനമ്മമാരൊന്നും മക്കളെ ശപിക്കത്തില്ല, അറിയാമല്ലോ. പൊതുവെ സാധാരണക്കാരായിട്ടുള്ള അച്ഛനമ്മമാരൊന്നും മക്കളെ ശപിക്കത്തില്ല. പക്ഷെ അവരുടെ മനസ്സിങ്ങനെ വേദനിക്കും. മക്കളെ കാണാതെ, മക്കളെ ഒരു നോക്ക് കാണാനായിട്ട് വേദനിക്കുന്ന അച്ഛനമ്മമാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ജീവിതത്തിലുള്ള എല്ലാം കൊടുത്ത് മക്കളെ വളർത്തി വലുതാക്കി വിടുമ്പം മക്കൾ തിരിച്ചു നോക്കാതെ അങ്ങനെ ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ട്. മക്കൾ അച്ഛനമ്മമാരെ നോക്കത്തില്ല, അങ്ങനെയുള്ള മക്കളുണ്ട്. അപ്പോൾ അവർക്ക് അച്ഛനമ്മമാരുടെ ശാപം കിട്ടിയതാണ്. അവർക്ക് ഇപ്പോൾ ഈ ജന്മത്തിൽ മാത്രമേ ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ. അടുത്ത തലമുറ എന്ത് ചെയ്യും? അവർ പൊന്നെ കണ്ണേ എന്ന് പറഞ്ഞ് വളർത്തുന്ന അവരുടെ മക്കൾ എന്ത് ചെയ്യും? അവരുടെ മക്കൾ അനുഭവിക്കുമ്പം ഇവരത് കണ്ടുകൊണ്ട് നിൽക്കണ്ടേ? അങ്ങനെയല്ലേ? പിന്നെ അങ്ങോട്ടും പോകുമ്പോൾ ശരിക്കും ശാപങ്ങളെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ശാപങ്ങൾ 7 തലമുറ കഴിഞ്ഞാൽ പിന്നെ സന്താനങ്ങൾ ഉണ്ടാവില്ലെന്നാണ് പറയണത്. എത്രയോ പേരുണ്ട് അങ്ങനെ സന്താനങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ഒരു റീസണും ഇല്ല. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിനൊരു പ്രശ്നമില്ല, വൈഫിനൊരു പ്രശ്നമില്ല, പക്ഷെ കുട്ടികളില്ല. ഇതുപോലുള്ള ശാപങ്ങൾ കിട്ടുന്നത്. അതുപോലെ ചില ആൾക്കാരുണ്ട്, അച്ഛനമ്മമാരും ഇങ്ങനെയുള്ളവരുണ്ട്. ഒരു ആൺകുട്ടിക്ക് മാത്രം എല്ലാം കൊടുത്തു, പെൺമക്കൾക്ക് മാത്രം കൊടുക്കത്തില്ല. അതെ 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 മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു ശീലവും നമ്മുടെ കേരളത്തിലല്ല, പൊതുവെ എല്ലാവരോട് കൂടുതൽ ഇഷ്ടം, പെൺമക്കളോട് അത്രയും സ്നേഹമില്ലായ്മ. അതെ അതെ. അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ തന്നെ ഒരാളോട് കൂടുതൽ ഇഷ്ടം, മറ്റേയാളോട് അത്ര ഇല്ല. ചിലപ്പോൾ സ്വഭാവത്തിന്റെ റീസൺസ് കൊണ്ടായിരിക്കാം. എന്നാൽ പോലും അങ്ങനെ എന്നാലും അവര് സ്വത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും തുല്യരാണല്ലോ. അച്ഛനും അമ്മയും പ്രസവിച്ച് വളർത്തിയതാണല്ലോ. അപ്പം സ്വത്തിന്റെ കാര്യം, സമ്പത്തിന്റെ കാര്യം വരുമ്പോഴും എല്ലാവർക്കും തുല്യ അവകാശം. അല്ലെങ്കിൽ ആരെങ്കിലും എന്തായിരിക്കണം, വികലാംഗര് വല്ലതും ആയിരിക്കണം. ഇപ്പം വികലാംഗരായ ഒരു കുട്ടിയാണ്, ശരി, നമുക്ക് അവന് കുറച്ച് കൂടുതൽ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാം. അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലെ സാമ്പത്തികമായിട്ട് ഒരാൾ ഇച്ചിരി കഷ്ടതയിലാണ്. ഇല്ല ഇല്ല, അങ്ങനെയല്ല. സാമ്പത്തികമായിട്ട് കഷ്ടതയിലാണെങ്കിൽ അവർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. തുല്യമായിട്ട് തന്നെ പങ്കിട്ട് കൊടുക്കാം. സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും അവരൊരു പ്രസവിച്ച് വളർത്തിയാണ്, അവിടെ പോയിട്ട് വേർതിരിവ് കാണിക്കാൻ പറ്റില്ല. എല്ലാ മക്കൾക്കും തുല്യമായി, എൻ്റെ അഭിപ്രായമാണ്, എല്ലാ മക്കൾക്കും തുല്യമായിട്ട് തന്നെ പങ്കിട്ട് കൊടുക്കണം. സാമ്പത്തികമോ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തുല്യതയാണ്. അവരച്ഛനും അമ്മയും പ്രസവിച്ച് വളർത്തുന്നവരാണല്ലോ, എല്ലാവരെയും ഒരുപോലെയാണല്ലോ പ്രസവിച്ച് വളർത്തുന്നത്. അപ്പം എല്ലാവർക്കും തുല്യമായിട്ടുള്ള പങ്കിട്ട് കൊടുക്കണം. എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡായിട്ട് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേക പരിഗണനയ്ക്ക് പാത്രമാകാൻ പാടുള്ളൂ എന്നാ പറയണം. അങ്ങനെയാണ് എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ്. അങ്ങനെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരാൾ ചിലപ്പോൾ ഒന്നുമില്ലാത്ത ആളിനായിരിക്കും ഒന്നുമേ കൊടുക്കാത്തത്. അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് കയറി കിടക്കാൻ വീട് പോലും ഇല്ലാത്തവർ. അവളെന്തായാലും കഷ്ടപ്പാടിലാണോ, അവളെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല, അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ബാക്കി ഉള്ള മക്കൾക്ക് കുറച്ചും കൂടെ കൊടുക്കും. അപ്പോൾ ഈ ഇരുന്നിങ്ങനെ മനസ്സിങ്ങനെ ഉരുകി, സ്വന്തമായിട്ട് മനസ്സുരുകുമല്ലോ, അത് ശാപമായിട്ട് തന്നെ അച്ഛനും അമ്മയ്ക്കായാലും ശാപമായിട്ട് വരും. ഞാനങ്ങനെ എത്രയോ പേര് കണ്ടിട്ടുണ്ടെന്നറിയാമോ? എല്ലാ സമ്പത്തും എഴുതി ഒരു മോന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു മോക്ക് കൊടുത്തിട്ട് അടുത്ത ആളിൻ്റെ അടുത്ത് പോയിട്ട് അവസാന കാലം ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അവർ പൊന്നുപോലെ നോക്കുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു വിഷമം അത് നമ്മൾ കാണേണ്ടതാണ്. ഒരുപാട് ജീവിതം എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം.
ഈ ഒന്നും കൊടുത്തിട്ടില്ലാത്തവരായിരിക്കും, ഒന്നും ഇല്ലാതെ പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും ഈ അച്ഛനമ്മമാരെ നോക്കുന്നത്. വാങ്ങിച്ചവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പുറത്തൂടെ പോകും, അച്ഛനമ്മമാരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മൾ സിനിമകൾ പോലും എത്രയോ അങ്ങനെ കണ്ടിരിക്കുന്നു. അതെ അതെ, ചില വീടുകളിൽ കാറ് കാണും, സർവ്വ സൗഭാഗ്യങ്ങളും കാണും, പക്ഷെ സ്വന്തം അച്ഛനമ്മ ആ കാറിനകത്തൊന്ന് കയറ്റിയിട്ട് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരുപാട് പേര്, നമുക്ക് ഒരുപാട് പേര് അറിയാം അങ്ങനെയുള്ളവർ. ഒരു അസുഖം വന്നാൽ പോലും തിരിഞ്ഞു പോലും നോക്കത്തില്ല. അസുഖം വരുമ്പോൾ അവരെ ഉപേക്ഷിക്കും, എല്ലാം എഴുതി വാങ്ങിക്കും, മക്കളും മരുമക്കളൊക്കെ ചേർന്ന് എല്ലാം എഴുതി വാങ്ങിക്കും. അത് അവസാനം വരുമ്പോൾ അസുഖം വരുമ്പോൾ അവരെ പുറത്ത് കളയും. അതൊരു ശാപമാണ്. പിന്നെ സ്ത്രീ ശാപം എന്ന് പറയും. സ്ത്രീ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കുടുംബത്തിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബത്തിൽ വന്ന് അവർ ജീവിക്കാൻ വേണ്ടിയാണല്ലോ വരുന്നത്. അപ്പോൾ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ അമ്മായിയമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും ഭർത്താവിൻ്റെ സഹോദരിമാരും ഭർത്താവും ഒക്കെ കൂടെ ചേർന്ന് കൂടി ആക്രമിച്ച് അവരെ പുറത്തേക്ക് തള്ളിക്കളയുന്ന, ആരും ഇല്ലാത്ത രീതിയിൽ 2 കുട്ടികളോ 3 കുട്ടികളോ ഒക്കെ അവരെ വെളിയിലേക്ക് ചവിട്ടി എറിയുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിലുണ്ട്. അതും ഒരു ശാപമാണ്. അതുപോലെ തന്നെ നല്ല പൊന്നുപോലെ നോക്കുന്ന ആണുങ്ങളുണ്ടാവും, കുടുംബം നോക്കുന്ന ആണുങ്ങളുണ്ടാവും. അവരെ സ്ത്രീകൾ ഒരു പരിധി വരെ എല്ലാം ചൂഷണം ചെയ്ത് അവരുടെ സ്വത്ത് മുഴുവനും എഴുതി വാങ്ങിച്ചിട്ട് അവരെ പുറത്ത് കളയുന്ന അങ്ങനെയുള്ളതും ഉണ്ട്. പുരുഷശാപം എന്ന് പറയണില്ലെങ്കിലും മനസ്സ് വേദനിച്ച പുരുഷനും സ്ത്രീക്കൊക്കെ മനസ്സ് ഒരുപോലെയാണല്ലോ. തെറ്റ് ചെയ്യാത്തവരെ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. ഉദാഹരണത്തിന് ഭാര്യയെ നോക്കാതെ കള്ളും കുടിച്ച് ഇങ്ങനെ തോന്നിവാസമൊക്കെ നടന്ന് അങ്ങനെ നടക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ശിക്ഷ കിട്ടണം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എത്രയോ പേരുണ്ടെന്നറിയോ, കുടുംബമൊക്കെ നോക്കി പൊന്നുപോലെ നോക്കി അവസാനം ഭാര്യയെല്ലാം തട്ടിയെടുത്തിട്ട് വെളിയിൽ കളയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അങ്ങനെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിയ വലിയ ശാപങ്ങളായിട്ട് വരും. അതുപോലെ തന്നെ അബോർഷൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആ കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ കുട്ടിയെ ആ ഉദരത്തിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പം ആ ഒരു കുടുംബത്തിൽ ജനിച്ച് വളരാൻ സമ്മതിക്കാതെ ഇവരെന്തെങ്കിലും കാരണം കൊണ്ട് ഈ കുട്ടി അബോർഷൻ ചെയ്ത് കളഞ്ഞാൽ അതൊരു ശാപമാണ്.